മറ്റൊരു കാര്യം ഈ വലിയ തരത്തിലുള്ള മഴ പെയ്തു, പക്ഷെ അലർട്ടുകൾ നൽകിയതിൽ വീഴ്ച പറ്റിയെന്നൊരു ആക്ഷേപം വരുന്നുണ്ട്. അതായത് ഇത്ര വലിയ മഴ ഉണ്ടാകുമ്പോഴും ഈ റെഡ് അലർട്ട് നൽകുന്നത് വളരെ വൈകിയാണ് നൽകിയത്. അതുപോലെ ഈ ഡാം തുറന്നു വിടുന്ന കാര്യത്തിൽ, ഈ മൂഴിയ ഡാമൊക്കെ തുറന്നു വിടുന്ന കാര്യത്തിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ല. അതുകൊണ്ടാണ് ഈ വെള്ളം ഒഴുകി പോകുന്നതിന് താമസം വരുന്നു. പെട്ടെന്ന് തന്നെ വെള്ളം നിറഞ്ഞു. ഇപ്പൊ കോട്ടയം പാലയടക്കം പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം എപ്പോഴും അങ്ങനെ നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു ആക്ഷേപം പ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മഴയാണല്ലോ, വളരെ ശക്തമായ മഴയാണ്. നമ്മുടെ കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിന് തുല്യമായിട്ടുള്ള മഴയാണ് വടക്കൻ ജില്ലകളിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി പിന്നെ ലീഗ് നേതാവിന്റെ വീട്ടിൽ ചിക്കനുമായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അയാളെ യഥാർത്ഥത്തിൽ പിന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് പിന്നെ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിൽക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഡാം തുറന്നു വിട്ടെന്ന് പറഞ്ഞ് എന്തൊരു മനുഷ്യനിർമ്മിത പ്രളയം എന്നെല്ലാം പറഞ്ഞ് എന്തുമാത്രം ഘോഷയാത്ര ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഈ പിന്നെ ഗവൺമെന്റ് നിർമ്മിത പ്രളയം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാര്യം വെച്ചാൽ ആ വെള്ളപ്പൊക്കവും ഈ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ തന്നെ ഉണ്ടായതിനു ശേഷം അതിന് ആവശ്യമായ സാന്ത്വന നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. 9 പേരും മരിച്ചു. ദുരന്ത പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റ് അമ്പയെ പരാജയപ്പെട്ടു. അപ്പൊ ഇന്നലെ തന്നെ മന്ത്രിമാർക്ക് ചുമതല കൊടുക്കണമായിരുന്നു. മുഖ്യമന്ത്രി അടിയന്തര യോഗം ഇന്നലെ വിളിച്ച് ചേർക്കണമായിരുന്നു. അർദ്ധരാത്രി തന്നെ വിളിച്ച് ചേർക്കണമായിരുന്നു. ചേർത്തിട്ട് പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണമായിരുന്നു. കളക്ടർമാർ യോഗം വിളിച്ചു കൂട്ടണമായിരുന്നു. ഇതൊന്നും ദുരന്ത അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രി ചെയ്തില്ല. അദ്ദേഹം ആ സമയത്ത് മുഴുവൻ ഈ പിന്നെ ലീഗ് നേതാവിന്റെ വീട്ടിലെ പിന്നെ ചായ സർക്കാരത്തിലും എന്താ പറയാ അതിന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.